കലികാലം ഇങ്ങനെയാണ്. ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത കാലം. അപ്പോൾ പിന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യം, നമ്മുടെ കാര്യം പറയേണ്ടതുള്ളൂ. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് 4 യുഗങ്ങളിൽ അവസാനത്തേതും ഏറ്റവും അധപ്പതിച്ചതുമാണ് കലിയുഗം. കലിയുഗത്തിലെ ചില പ്രധാന ലക്ഷണങ്ങൾ പറയാം. ധർമ്മത്തിൻ്റെയും മൂല്യങ്ങളുടെയും അധപ്പതനം, സത്യസന്ധത, വൃത്തി, ക്ഷമ, ദയ, ശാരീരിക ശക്തി തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങൾ ദിനം പ്രതി കുറഞ്ഞു വരും. സമ്പത്ത് മാത്രമായിരിക്കും ഒരു വ്യക്തിയുടെ ഉയർന്ന പദവിയുടെയും നല്ല സ്വഭാവത്തിൻ്റെയും മാനദണ്ഡം. നീതിയും നിയമവും അധികാരമുള്ളവർക്ക് മാത്രം സ്വന്തമായി മാറും. വഞ്ചനയും കപടതയും വർദ്ധിക്കും. കപടതയെ പുണ്യമായി കരുതും. സാമൂഹിക ബന്ധങ്ങളിലെ മാറ്റങ്ങൾ വിവാഹബന്ധങ്ങൾക്ക് വിശുദ്ധിയില്ലാതെയാകും. സൗന്ദര്യവും പണവും മാത്രമാകും ബന്ധങ്ങളുടെ അടിസ്ഥാനം. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം ദുർബലമാകും. വയസ്സായ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കാതെയാകും. മതപരമായ കാര്യങ്ങൾ കുറയുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും. ഭക്തിമാർഗങ്ങൾ പരിഹസിക്കപ്പെടുകയും ആത്മീയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും. സന്യാസിമാരും ആത്മീയാചാര്യന്മാരും ധനത്തിനും പ്രശസ്തിക്കും വേണ്ടി ആത്മീയതയെ കച്ചവടമാക്കും. വേദങ്ങളും മറ്റ് പുരാണങ്ങളും അവഗണിക്കപ്പെടും. അധാർമികരായ ഭരണാധികാരികൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമായ രീതിയിൽ നികുതി ചുമത്തും. രോഗങ്ങൾ, ക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ വർദ്ധിക്കും. മനുഷ്യൻ്റെ ആയുസ് കുറയും. മനുഷ്യർക്ക് ആശയക്കുഴപ്പവും ഭയവും വർദ്ധിക്കും. സസ്യങ്ങളും വിളകളും ചെറുതാകും. കലിയുഗത്തിൻ്റെ അവസാനത്തോടെ വിഷ്ണുവിൻ്റെ അവസാന അവതാരമായ കൽക്കി അവതരിച്ച് ലോകത്തിലെ തിന്മകളെ നശിപ്പിച്ച് സത്യയുഗം പുനഃസ്ഥാപിക്കും. ഇതാണ് ഹൈന്ദവ വിശ്വാസം. ഞാൻ ഈ പറഞ്ഞതിൽ ഇപ്പോൾ സംഭവിക്കാത്തതായി എന്താണ് ഉള്ളത്? ശബരിമലയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേട്ടപ്പോഴാണ് ഇത്രയും പറയുവാൻ തോന്നിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല, വാതിലും കട്ടിളപ്പടിയും ഒക്കെ ഇളക്കിക്കൊണ്ടുപോയി മറിച്ചു വിറ്റു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ശ്രീകോവിലിൻ്റെ മേൽക്കൂര ഇടയ്ക്ക് ചോരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതവിടെ ഉണ്ടോ എന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതും ഇളക്കി മാറ്റിയിട്ട് ചെമ്പ് വെച്ച് സ്വർണം പൂശിയതാണോ എന്ന് ആർക്കറിയാം? ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതുകൂടി ഒന്ന് അന്വേഷിക്കുമോ? എൻ്റെ സംശയം ഭഗവാനെയും ഇവന്മാർ ഈ കമ്മി കള്ളക്കൂട്ടം അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നാണ്. ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒന്നും അറിയില്ല. എല്ലാം ഉദ്യോഗസ്ഥരുടെ വീഴ്ച. മുരാരി എന്നു പേരുള്ള ഒരു പെരുങ്കള്ളനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് എന്ത് കാര്യം? പ്രസിഡന്റും മന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന അതിലും വലിയ കള്ളന്മാർക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കാണിക്കവഞ്ചിയിലും മറ്റും വീഴുന്ന സ്വർണവും മറ്റും ഇവന്മാർ എപ്പോൾ അടിച്ചു മാറ്റി എന്ന് ചോദിച്ചാൽ മതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏത് പാർട്ടി ഭരിച്ചാലും ഒരു ചക്കരക്കുടമാണ്. ഇത്രമാത്രം അഴിമതിയും കൊള്ളയും നടക്കുന്ന വേറൊരു സ്ഥാപനവും നമ്മുടെ രാജ്യത്തുണ്ടാവില്ല. ദേവസ്വം ബോർഡിലെ മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ ശ്രീ വി ഗോപാലകൃഷ്ണൻ പറയുന്നത് ഇതാണ്. ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടും. അദ്ദേഹം പറയുന്നത് കൂടി ഒന്ന് കേൾക്കൂ. ഞാൻ അവിടെ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയർ ആൻറ്റി കറപ്ഷൻ ഏജൻസീസിലെല്ലാം ജോലി ചെയ്തിട്ടാണ്. 4 ഏജൻസീസിൽ ഞാൻ ജോലി ചെയ്തിട്ട് എല്ലാം കൂടെ 15 വർഷത്തെ സർവീസ് എനിക്ക് ആൻറ്റി കറപ്ഷനിലാണ്, ഇൻക്ലൂഡിങ് CBI. അപ്പോൾ ഇനി എന്ത് അഴിമതി കാണാൻ? ഇവരൊക്കെ സാധുക്കളാണ്. ദേവസ്വം ബോർഡ് ഇത് ഭക്തിമാർഗം, എൻ്റെ സർവീസ് ഇനി ഭക്തിമാർഗം പൊക്കളയെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നത്. പക്ഷേ ഞാൻ അവിടെ കണ്ട ഭീകരമായ അഴിമതിയാണ്. ഇപ്പോൾ ഞാൻ CBIയിൽ ജോലി ചെയ്തു, ലോകായുക്തയിൽ ജോലി ചെയ്തു, മനുഷ്യാവകാശ ഇവിടെ എല്ലാം ജോലി ചെയ്തിട്ട് ഞാൻ ഏറ്റവും വലിയ അഴിമതിക്കാരെ ഭയങ്കര ടെറിബിളി കറപ്റ്റായിട്ടുള്ള കസ്റ്റംസ് ഇൻസ്പെക്ടർമാർ, ഇപ്പോൾ ഹർഷത് മേത്തയുടെ പാർട്ട് ഇൻവെസ്റ്റിഗേഷൻ, ഫെയർ ഗ്രോത്ത് മറ്റേ ചിദംബരത്തിൻ്റെ അത് വലിയൊരു കറപ്ഷൻ കേസാണ്. ഇതെല്ലാം എൻ്റെ പാർട്ടി ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടത്തി. പക്ഷേ അതിനേക്കാളും ഭയങ്കരമായ അഴിമതിയാണ്. ഒരു റൂളും ഇല്ല, റെഗുലേഷനും ഇല്ല. അതിഭയങ്കരമായ അഴിമതിയാണ് അവിടെ. ഐ വാസ് ഷെൽ ഷോക്ക്ഡ് സീയിങ് ദ കറപ്ഷൻ ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. പിന്നെ അന്ന് എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പോട്ടും പുറകോട്ടും ഒന്നും നോക്കിയില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തു. എന്നെക്കൊണ്ടാവുന്ന ഒരു SP-യും ഒരു SI-യും വേറെ ഒന്നും ആരുമില്ല. 1245 അമ്പലങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം ഞാൻ ശബരിമല തന്നെ കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്ത്
അവിടെ ഒന്നുമില്ല, റൂൾസും ഇല്ല, റെഗുലേഷൻസും ഇല്ല. ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാം. അതായത് ഈ അവിടെ ഓഫറിങ്സ് കിട്ടൂലേ, 10 പവൻ്റെ മാല, 25 പവൻ്റെ മാല, അല്ലെങ്കിൽ റൂബി, രത്നം, ഇതൊന്നിനും യാതൊരു റെക്കോർഡും ഇല്ല. ഇത് കാലാകാലങ്ങളിലായി രാഷ്ട്രീയ ഭേദമന്യേ വരുന്ന ബോർഡും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അഥവാ ബോർഡ് ഓണസ്റ്റ് ആയിരുന്നല്ല, ബോർഡിനെ കൂടെ കറപ്റ്റാക്കുന്ന റാമ്പൻ കറപ്ഷൻ, സീസൺഡ് സിസ്റ്റമാറ്റിക്കലി കറപ്റ്റായിട്ടുള്ള വർഷങ്ങളായി കറപ്റ്റ് പ്രാക്ടീസ് നടത്തുന്ന ജീവനക്കാരാണ് ഈ TDP ജീവനക്കാർ. ഇവരെക്കാളും വലിയ ഒരു അഴിമതിക്കാരൻ ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യയിൽ. ഇവരാണ് ഏറ്റവും വലിയ അഴിമതിക്കാർ. ചലഞ്ചർ ഡീപ്പ് പോലുള്ള ഒരു ഭയങ്കര കറപ്ഷനാണ് ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. അവിടുത്തെ കറപ്ഷൻ എല്ലാം കണ്ട് ഐ വാസ് ഷെൽ ഷോക്ക്ഡ്. എന്നിട്ട് പോലും എനിക്ക് അബ്രപ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഇനി ഞാൻ അവിടുന്ന് എൻ്റെ ഉയരും കൊണ്ട് ഞാൻ രക്ഷപ്പെടേണ്ടി വന്നു. അതെല്ലാം കംപ്ലീറ്റ് രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസ്, CPM, ഇനി ആര് വന്നാലും ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ സ്റ്റാഫിനെ നന്നാക്കാൻ പറ്റില്ല. 55 ലക്ഷം, 90 ലക്ഷം, 1 കോടിക്ക് പുറത്ത് വരെ ഒരു ദിവസത്തെ കളക്ഷനാണ്. അത് മോഷ്ടിക്കുകയാണ്. അന്നത്തെ ധനലക്ഷ്മി ബാങ്കുമായിട്ട് ചേർന്ന് ഇത് ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. പൂജാരിമാർ താമസിക്കുന്ന അവിടുത്തെ ഡ്രെയിനേജ് പൊട്ടി ഒഴുകി ശർക്കര ഗോഡൗണിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ കണ്ടതാണ്. 7 ക്ഷേത്രങ്ങളിലും 95% TDP ജീവനക്കാർ കറക്റ്റാണ്. മറ്റുള്ള ക്ഷേത്രങ്ങൾ ഞാൻ പറയില്ല. ഭരണപക്ഷിയും പ്രതിപക്ഷ കക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും മഡ് സ്ലിങ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ 2 പേരുടെ ഭരണവും ഞാൻ കണ്ടതാണ്, ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരുപാട് സോഴ്സുകളുണ്ട്. ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്, ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റാണ്. മറ്റൊരു സംവാദത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു സീസണിലെ ആവശ്യത്തിന് സന്നിധാനത്തേക്ക് വാങ്ങുന്ന 43 ലക്ഷം കിലോ ശർക്കര, കിലോയ്ക്ക് 28-29 രൂപ തോതിൽ വെറും 1 രൂപയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ പോലും എത്ര ലക്ഷം രൂപയാണ് മറിയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വാതിലും കട്ടിളപ്പടിയും മേൽക്കൂരയും ഒക്കെ അടിച്ചു മാറ്റുന്നവർ ഈ ഒരു ശർക്കര ഇടപാടിൽ മാത്രം എത്ര കോടികളായിരിക്കും ഉണ്ടാക്കിയത് എന്നൊന്ന് ഓർത്തു നോക്കിക്കേ. 6.65 ലക്ഷം അരവണ ടിന്നുകൾ ഡിസ്പോസ് ചെയ്യുവാൻ മാത്രം ദേവസ്വം ബോർഡ് കൊടുത്തത് 2.5 കോടി രൂപയാണ്. കീടനാശിനി ഉണ്ടായിരുന്ന ഏലക്കയാണ് ചേർത്തത് എന്ന് പറഞ്ഞാണ് അരവണ നശിപ്പിച്ചു കളഞ്ഞത്. ഏലക്ക സപ്ലൈ ചെയ്ത ആൾ വിഹിതം കൊടുക്കാൻ തയ്യാറാകാതിരുന്നതിൻ്റെ പേരിലായിരുന്നു ഈ അഭ്യാസം. 65 ലക്ഷം രൂപയ്ക്ക് ഡിസ്പോസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ വ്യക്തിയെ തള്ളിയാണ് 2.5 കോടിക്ക് അരവണ ഡിസ്പോസ് ചെയ്തത്. പിന്നീട് ഏലക്കായിൽ അനുവദനീയമായ അളവിൽ മാത്രമേ കീടനാശിനി ഉണ്ടായിരുന്നുള്ളൂ എന്ന് സുപ്രീം കോടതിയും കണ്ടെത്തിയിരുന്നു. അപ്പോഴേക്കും അരവണ ഉപയോഗശൂന്യമായിരുന്നു. എന്തൊരു കെടുകാര്യസ്ഥതയാണ് എന്നൊന്ന് ഓർത്തു നോക്കിക്കേ. അരി, ഏലക്ക തൊട്ട് സന്നിധാനത്തിലേക്ക് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ലക്ഷക്കണക്കിന് കിലോയാണ്. ഓരോ സീസണും കഴിയുമ്പോഴേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാർ മുതൽ സർവത്ര ജീവനക്കാരും തടിച്ച് കൊഴുക്കും. സന്നിധാനത്തിലെ ഗസ്റ്റ് ഹൗസിലെ മുറി അനുവദിക്കുന്നതിലും ക്രമക്കേടുകൾ ഉണ്ട് എന്നായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ IPS പറഞ്ഞത്. മകരവിളക്ക് കാലത്ത് ഒരിക്കൽ 1100 രൂപയ്ക്ക് ബുക്ക് ചെയ്ത മുറി മലേഷ്യക്കാരായ തമിഴർക്ക് 4 ലക്ഷം രൂപയ്ക്കാണ് മറിച്ചു കൊടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ കോടികൾ മറിയുന്ന മുക്കുന്ന സംഭവ വികാസങ്ങളാണ് എല്ലാ സീസണിലും അവിടെ നടക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം കിട്ടും, ഇതെല്ലാം ഇവിടെ നടക്കും എന്ന് അറിയാതെയല്ല ഓരോരുത്തരും ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും മെമ്പർമാരും ആകുന്നത്. എല്ലാവർക്കും എത്തേണ്ട വിഹിതം കൃത്യമായും എത്തും. ഇക്കാര്യത്തിൽ LDF, UDF വ്യത്യാസമൊന്നുമില്ല. ആര് ഭരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത്രയും പറഞ്ഞപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ കാര്യം ഓർത്തത്. കമ്മിക്കൂട്ടം തന്നെയാണ് അവിടെയും ഭരിക്കുന്നത്. വിശ്വാസമില്ലാത്തവർക്ക് ക്ഷേത്രഭരണത്തിൻ്റെ കാര്യം വരുമ്പോൾ പെട്ടെന്ന് വിശ്വാസം വരും. ഇവിടെ എല്ലാം സുതാര്യമാണ് എന്നാണ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പറയുന്നത്. സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിനുള്ള മറുപടി എന്ന നിലയിലാണ് ചെയർമാൻ ഇത് പറഞ്ഞത്. ഒന്ന് അന്വേഷിച്ച് നോക്കണം, അപ്പോൾ അറിയാം പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിൽ ഇരിക്കുന്നത് എന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ അമ്പലം. ശബരിമലയിൽ ഒരു സീസണും 12 മാസത്തിൽ 5-6 ദിവസങ്ങളുമാണ് നട തുറന്നിരിക്കുന്നത്. എന്നാൽ ഗുരുവായൂരൊക്കെ 365 ദിവസവും നടവരവും വഴിപാടുകളും നടക്കുന്നുണ്ട്. പീക്ക് സമയത്ത് 1 കോടിയിൽ കൂടുതലാണ് ഒരു ദിവസത്തെ നടവരവ്. ആവറേജ് 7 കോടി രൂപയാണ് ഒരു മാസത്തെ വരുമാനം. 1737 കോടി രൂപ ബാങ്ക് ഡെപ്പോസിറ്റും പിന്നെ സ്വർണവും വെള്ളിയും വൈരവും വജ്രവും വൈഡൂര്യങ്ങളും അടങ്ങുന്ന അമൂല്യ ശേഖരം വേറെയും. സോപാനപ്പടിയിലും ഭണ്ഡാരത്തിലും സമർപ്പിക്കുന്ന അമൂല്യ വസ്തുക്കൾക്കും സ്വർണം പോലെയുള്ള വസ്തുക്കൾക്കുമൊക്കെ
എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കറിയാം? അടിയന്തരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഗുരുവായൂരമ്പലത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുകൂടി ഒന്ന് അന്വേഷിക്കണം. അവിടെയും ഭരണം ഇതേ ആളുകളുടെ തന്നെ അളിയന്മാരാണല്ലോ. ഇതിലെല്ലാം ഉപരി സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ള മൂല്യമുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമി കയ്യേറി അവകാശം സ്ഥാപിച്ചിരിക്കുന്ന ഒട്ടേറെ കേസുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. മോഷ്ടിക്കപ്പെട്ട സ്വർണത്തെക്കാൾ 10 മടങ്ങ് വിലയുള്ള ആ ഭൂമി തിരിച്ചു പിടിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കണം. മനോരമയുൾപ്പെടെ സ്വാധീനവും സാമ്പത്തികവുമുള്ള നിരവധി ആൾക്കാരുടെ പക്കൽ ഏക്കർ കണക്കിന് ക്ഷേത്രഭൂമിയുണ്ട്. അത് തിരിച്ചു പിടിക്കുവാനുള്ള നിയമ നടപടികൾ അതാതു ക്ഷേത്രങ്ങളിൽ ആരംഭിക്കണം. ഈ സർക്കാരാകട്ടെ UDFൻ്റെ സർക്കാരാകട്ടെ ഭരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ അന്യാധീനപ്പെട്ട സ്വത്തുവകകളും ഭൂമിയും തിരിച്ചു പിടിക്കുവാൻ ഒരു ചെറുവിരലെങ്കിലും അനക്കും എന്ന് കരുതുവാൻ ഇപ്പോൾ യാതൊരു ന്യായവും കാണുന്നില്ല. അതുകൊണ്ട് ഹിന്ദുക്കളും വിശ്വാസികളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലും സാധ്യമാകൂ എന്നോർമ്മിക്കുന്നത് നല്ലതാണ്. എല്ലാ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് വരുമാനം കൂടുതലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എന്താണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുമുണ്ട്. ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത, ക്ഷേത്രാചാരങ്ങളിൽ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തിനാണ് ക്ഷേത്രഭരണം? സംശയം എന്താണ്? എല്ലായിടത്തും കൈയിട്ട് വാരുക, കക്കുക, കൊള്ളയടിക്കുക. അതിനാണ് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ ഇവർ ഭരണത്തിൽ കയറി ഇരിക്കുന്നത്. ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുകയും ആചാരലംഘനം നടത്തുകയും ചെയ്യുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എല്ലാ ഹിന്ദുക്കളും മനസ്സിലാക്കിയിരിക്കുക. ആര് ഭരിച്ചാലും ദേവസ്വം ബോർഡ് ഒന്നും നന്നാവും എന്ന് ആരും കരുതണ്ട. അതുകൊണ്ട് ഹിന്ദുക്കളെ വേണ്ടാത്ത ഈ ബോർഡ് നമുക്കും വേണ്ട എന്ന് നമ്മൾ തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ ഹിന്ദുക്കളും ഉണരുക, അതേ എനിക്ക് പറയുവാനുള്ളൂ. ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.